സംപൂജ്യനായ അധ്യക്ഷനും പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും പ്രണാമം. വളരെ ലളിതമായ ചില സന്ദേശങ്ങൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നെ ഒരു അതിഥിയായിട്ട് കാണേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ട് മാത്രം കാണാം. എന്നും ആധുനിക ശാസ്ത്രവും നമ്മുടെ പൈതൃകമായ അറിവുകളും പഠിക്കാനും പഠിപ്പിക്കാനും ലഭിക്കുന്ന ഏത് അവസരവും എൻ്റെ ജീവിതത്തിൽ ആവേശകരമായ അവസരങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും വിദ്യാർത്ഥികളല്ല. അധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം അധ്യാപകർ എന്നും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്നും വിദ്യാർത്ഥികളല്ല, അധ്യാപകർ എന്നും വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് അവര് എന്നും ഓർമ്മിക്കേണ്ടതുണ്ട്, മറ്റ് അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യത്യാസം എന്താണ്. ഞാനൊരു അധ്യാപകനാണെങ്കിൽ മറ്റധ്യാപകരിൽ നിന്ന് എനിക്ക് എന്ത് വ്യത്യാസമുള്ളത്? ഈ ഒരു സ്ഥാപനമുണ്ട് BEd കോളേജ്. മറ്റു BEd കോളേജിൽ നിന്ന് ഈ BEd കോളേജിന് എന്ത് വ്യത്യാസമുള്ളത്? ഇന്ന് സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കോളേജിലും സയൻസ് ക്ലബ് ഉണ്ട്. അതിൽ നിന്ന് ഇവിടുത്തെ സയൻസ് ക്ലബിന് എന്താ വ്യത്യാസം? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സ്ഥാപനത്തിന്, എൻ്റെ ജോലിക്ക്, ഞാനുമായി ബന്ധപ്പെട്ടവർക്ക്, ഞാനുമായി ഇടപഴകുന്ന വിഷയങ്ങൾക്ക് എന്റെ പ്രത്യേകത, മറ്റുള്ളവർക്കില്ലാത്ത പ്രത്യേകത എന്താണ് എനിക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുക? അത് നിർബന്ധമായിട്ടും നമ്മൾ അറിയണം, അറിയിക്കണം, ജീവിതത്തിൽ പകർത്തണം. സ്വാധ്യായ പ്രവചനാഭ്യാം. അറിയണം, അറിയിക്കണം. സ്വാധ്യായം പഠിക്കുക, പ്രവചനം പഠിപ്പിക്കുക, ആചരണം അവനവന്റെ ജീവിതത്തിൽ ആചരിക്കണം. ഈ ഒരു വീക്ഷണം നമുക്കുണ്ടാവണം. സയൻസ് ക്ലബ്ബ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഒരു മാഗസീൻ ഇറക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, 10 രൂപയുണ്ടെങ്കിൽ ഒരു മാഗസീൻ ഇറക്കാൻ ഒരു വിഷമമില്ല. അത് LKG ലെവലിലെ ജോലിയാണ്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറെ ആർട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു 2-3 പേരെ വിളിച്ച് കുറെ പ്രഭാഷണം നടത്തുക, അതെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഇവരാരും ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ നോക്കണം. നിങ്ങൾ ഓരോ വിഷയത്തിൽ എക്സ്പെർട്ട് ആവുക. എന്നിട്ട് ഈ വിദ്യാർത്ഥികൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ അസോസിയേഷനിലും, നിങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബുകളിലും, നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു സംഘടനകളിലും ഇന്ന് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ബന്ധപ്പെടാൻ സാധ്യതയുള്ളതിൽ എല്ലാത്തിലും ഈ സയൻസ് ക്ലബിലെ അംഗങ്ങളുടെ വ്യക്തി വൈഭവം, വിജ്ഞാന വൈഭവം അവർക്കെത്തിക്കാൻ സാധിക്കണം. ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ഇന്റർവെൽ ഉണ്ടെങ്കിൽ നല്ല സയൻസ് പ്രഭാഷണങ്ങൾ ഇതിന്റെ പബ്ലിക് മൈക്കിലൂടെ വെക്കാൻ ഇവിടെ സാധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാത്ത ഭാരതത്തിന്റെ പൂർവകാല വൈഭവം, ഭാരതത്തിന്റെ വർത്തമാനകാല വൈഭവം,
ഭാരതത്തിന്റെ ഭാവികാല വൈഭവം, ഭാരതത്തിന്റെ പൂർവകാല വൈഭവങ്ങള്, ഇന്ന് ഭാരതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങള്, ഭാവികാല ഭാരതത്തിന്റെ ലക്ഷ്യങ്ങള്, ഇതിലൂന്നിക്കൊണ്ട് അറിവ് നേടുക, അറിവ് കൊടുക്കുക, ലേണിംഗ് ആൻഡ് ടീച്ചിങ്, അതിന് ആവശ്യമായ ഇച്ഛാശക്തി ഉണ്ടാവണം. ആ ഇച്ഛാശക്തിയെ ജ്ഞാനശക്തിയാക്കി മാറ്റണം. ആ ജ്ഞാനശക്തിയെ ക്രിയാശക്തിയാക്കി രൂപാന്തരപ്പെടുത്തണം. ഒന്നുകൂടി ഞാൻ ആ വരി ആവർത്തിക്കുന്നു. ഭാരതത്തിന്റെ പൂർവകാല വൈഭവം, സയൻസ് എന്ന വിഷയത്തില് ഭാരതത്തിന്റെ പൂർവകാല വൈഭവം നിങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുത്ത് 10 ജന്മം പഠിച്ചാലും തീരാത്ത അത്രയും അറിവുകളുടെ കൂമ്പാരം ഈ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കൃതിക്കകത്തുണ്ട്. അപ്പൊ പൂർവകാല വൈഭവം, വർത്തമാനകാല നേട്ടങ്ങള്. കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് ലോകത്തിൽ ആർക്കും സാധിക്കാത്ത ഒരു അച്ചീവ്മെന്റ് രത്തൻ ടാറ്റ ലോകത്തിന്റെ മുമ്പിൽ വെച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ ഉണ്ടാക്കുന്ന. അത് 10 വർഷം മുമ്പ് നാനോ എന്ന 10 ദിവസം മുമ്പാണ് നാനോ എന്ന പേരില് അത് പുറത്തിറക്കിയത്. അത് പുറത്തിറക്കിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആ 1 ലക്ഷം രൂപയുടെ കാറില് ഡ്രൈവ് ചെയ്തുകൊണ്ട് രത്തൻ ടാറ്റ ഇറങ്ങി വന്ന് അരമണിക്കൂറിനകം ടൊയോട്ട കമ്പനിയുടെ മാനേജർ, ഷെവർലെറ്റ് കമ്പനിയുടെ മാനേജർ, അതുപോലെ തന്നെ ഹ്യുണ്ടായി കമ്പനിയുടെ മാനേജർ, സാൻട്രോ കാറിന്റെ മാനേജേഴ്സ്, ഫോർഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ്, അവർ അത്ഭുതകരമായ ഒരു പ്രതികരണം നടത്തി. ഇത്രയും ചീപ്പായിട്ട് ലോകത്തിൽ കാറ് ഇറക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനേ വയ്യ. ഈ ഭാരതത്തിന്റെ 1 ലക്ഷം രൂപയുടെ നേട്ടം, $2,500 നേട്ടം, ഇതിനെക്കുറിച്ച് അഭിമാന പുരസ്സരം അറിയാൻ സാധിക്കണം. കൃത്യം 1 മാസം മുമ്പ് ടാറ്റ കമ്പനിയുടെ പൂനെയിലുള്ള കമ്പ്യൂട്ടർ റിസർച്ച് സെന്ററിൽ നിന്ന് 42 ദിവസത്തെ റിസർച്ച് കൊണ്ട് ഒരു കമ്പ്യൂട്ടർ പുറത്തിറക്കി. കമ്പ്യൂട്ടറിന്റെ പേര് ഏക, EKA, അർത്ഥം 1. സംസ്കൃതത്തിലെ ഏക എന്നാണ് കമ്പ്യൂട്ടറിന്റെ പേര്. 117.8 ട്രില്യൺ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറാണ്. 117.8 മില്യൺ അല്ല, ബില്യൺ അല്ല, ട്രില്യൺ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ആ കമ്പ്യൂട്ടർ അമേരിക്കയില് ഹ്യൂസ്റ്റണിലുള്ള നാസയിലെ കമ്പ്യൂട്ടറിനേക്കാൾ അത്യുജ്വലമാണ്. 42 ദിവസം കൊണ്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ 2 ഉദാഹരണമേ പറയുന്നുള്ളൂ, പിന്നെ ഞാൻ പിന്നീട് പറയാം. ഞാൻ 3 ഭാഗത്തെ കുറിച്ച് പറയുന്ന വേളയിൽ ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഭാരതത്തിന്റെ പൂർവകാല വൈഭവം, ഭാരതത്തിന്റെ വർത്തമാനകാല നേട്ടങ്ങള്, ഭാരതത്തിന്റെ ഭാവികാല ലക്ഷ്യങ്ങള്. ഇങ്ങനെയാ ഭാവികാല ലക്ഷ്യം ഒരു അധ്യാപകരാകാൻ പോകുന്ന നിങ്ങൾ എങ്ങനെയാ വിലയിരുത്തുക? 2018 ഭാരതം ഇംഗ്ലണ്ടിനെ ഓവർടേക്ക് ചെയ്യും. 2024 ഭാരതം ജർമ്മനിയെ ഓവർടേക്ക് ചെയ്യും. 2028 ഭാരതം ജപ്പാൻ എന്ന രാഷ്ട്രത്തെ ഓവർടേക്ക് ചെയ്യും. 2040 ഭാരതം അമേരിക്ക എന്ന രാജ്യത്തെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാരാ. അപ്പൊ യഥാർത്ഥത്തില് ഭാവികാല ഭാരതത്തെ കുറിച്ച്
എത്രത്തോളം അറിയാൻ സാധിക്കുമോ ആ അറിവ് നേടാനുള്ള ഇച്ഛാശക്തി, അതിൽ നിന്ന് ജ്ഞാനശക്തി, അതിൽ നിന്ന് ക്രിയാശക്തി ഉണ്ടാവണം. അധ്യാപകരാകാൻ ഒരു വിഷമവും ഇല്ല. ഏത് യൂസ്ലെസ് ഫെല്ലോയിനും അധ്യാപകരാവാം. അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച വാക്ക, അറിയാതെ വന്നതല്ല. കാരണം 2-3 ലക്ഷം രൂപ കൊടുത്ത് തേർഡ് ക്ലാസ് ആണെങ്കിലും സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും ക്ലാസ്സിൽ ചെന്ന് അധ്യാപകനായിട്ട് നിൽക്കാം. ആര് കൂവിയാലും പ്രശ്നമില്ല, ആര് പഠിപ്പിച്ചാലും പ്രശ്നമില്ല, ആര് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ലാത്ത അധ്യാപകരുണ്ട്. അങ്ങനെ ഒരു അധ്യാപകരാവാൻ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ BEd ഡിഗ്രി ഒന്നും വേണ്ട, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ MEd വേണ്ട, വെറും MA മതി, മാസ്റ്റർ ഓഫ് അജ്ഞാന. യഥാർത്ഥത്തില് ആ ലെവലിലേക്കല്ല നമ്മൾ പോവേണ്ടത്. എന്നും പഠിക്കാനുള്ളത് പഠിക്കാം. കളക്ട് ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് പോസിബിൾ. വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കാം. കൺവേർട്ട് ദ ഇൻഫർമേഷൻ ഇൻ ടു നോളജ്. വിവരങ്ങളെ അറിവുകളാക്കി മാറ്റാം. കൺവേർട്ട് ദ നോളജ് ഇൻ ടു വിസ്ഡം. അറിവിനെ ബുദ്ധി വൈഭവമാക്കി മാറ്റാം. കൺവേർട്ട് ദ വിസ്ഡം ഇൻ ടു എക്സ്പീരിയൻസ്. ബുദ്ധി വൈഭവത്തെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റാം. ആൻഡ് the totality of the experience is equal to life. So what is life? It is nothing but the additions and aggregations and conglomerations of all the day-to-day experience in our life. So what is experience? It is nothing but the practical implementation of wisdom. What is wisdom? That can be derived from the knowledge. From where we can get the knowledge? That has to be derived from information. From where we can get information? Through your ears, eyes, tongue and mind. എവിടുന്ന ഇൻഫർമേഷൻ കിട്ടുക? ചെവിയിലൂടെ കിട്ടും, കണ്ണിലൂടെ കിട്ടും, നാവിലൂടെ ചർച്ച ചെയ്ത് കിട്ടും, മനസ്സിലൂടെ ചിന്തിച്ച് കിട്ടും. ഈ 4 വഴിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു അധ്യാപകന് വേണ്ടിയിട്ടുള്ള അറിവിന്റെ തുടക്കമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ പറയുന്നത്? സോ കളക്ട് ആസ് മച്ച് ഇൻഫർമേഷൻ. കൺവേർട്ട് ദ ഇൻഫർമേഷൻ ഇൻ ടു നോളജ്. കൺവേർട്ട് ദ നോളജ് ഇൻ ടു വിസ്ഡം. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. വിസ്ഡം ആൻഡ് ഇന്റലിജൻസ് ആർ നോട്ട് ദ സെയിം. ചിലപ്പോൾ ചിലര് ബുദ്ധി എന്നുള്ളതിന് ഇന്റലിജൻസ് പ്രയോഗിക്കാറുണ്ട്. ഇന്റലിജൻസും വിസ്ഡവും രണ്ടാണ്. Intelligence can be negative and positive. Wisdom can only be positive. Intelligence can destroy something and it can also construct something. But wisdom will not destroy anything. It will only construct it. So, from the wisdom, intelligence, buddhi, wisdom, buddhi, vaibhavam. വിഷ്ടത്തിന് എന്താ മലയാളത്തിൽ പറയാ? ബുദ്ധി വൈഭവം എന്നാ പറയാ. ഒരുപക്ഷെ ഗായത്രി മന്ത്രം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധീ വിസ്ഡമാണ്, ഇന്റലിജൻസ് അല്ല. ധീ കൊണ്ട് ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും, ബുദ്ധി വൈഭവം കൊണ്ട് നഹ ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും. ആ ബുദ്ധി വൈഭവമാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് അധ്യാപകര് ജീവിതാനുഭവങ്ങളാക്കി മാറ്റേണ്ടത്. ആ അധ്യാപകന്റെ ജീവിതാനുഭവങ്ങളെ തന്നെ ജീവിതമാക്കി മാറ്റാൻ സാധിക്കണം. അതിന് ചെവിയിലൂടെ കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? ഭാരതത്തിന്റെ പൂർവകാല ശാസ്ത്ര സാങ്കേതിക വൈഭവം. ഞാൻ സയൻസ് ക്ലബ് ആയതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വൈഭവം എന്ന് പറഞ്ഞത്. ഏത് വിഷയമാണെങ്കിലും കേൾക്കണം. സയൻസ് കേൾക്കാം, മനഃശാസ്ത്രം കേൾക്കാം, സാമൂഹിക ശാസ്ത്രം കേൾക്കാം,
അതുപോലെ സംഗീതം കേൾക്കാം, മന്ത്രങ്ങൾ കേൾക്കാം, ശാസ്ത്രമോ ശാസ്ത്രമല്ലാത്തതോ കേൾക്കാം. അതെല്ലാം ചെവിയിലൂടെ കേൾക്കണം. ഭാരതത്തിന്റെ ദ ഹെറിറ്റേജ് ഓഫ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പാർട്ട് ഓഫ് ഇന്ത്യ, the present scientific and technological level of India, that you can listen through your ears, and what the India is going to achieve in the future and what India is going to contribute to the world, that you can get only through your ears partly. Remember, through your ears you are doing two things. ഒന്ന് ഹിയറിംഗ്, മറ്റൊന്ന് ലിസണിങ്. രണ്ടിന്റെയും അർത്ഥവ്യത്യാസം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ ധരിക്കുന്നു. ഒന്ന് ഹിയറിംഗ് ആണ്, കേൾക്കുക. ഇപ്പൊ ഇതിനകത്ത് ചിലര് കേൾക്കുന്നുണ്ട്, ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാര് ലിസണിങ് ആണ്, ഹിയറിംഗ് അല്ല. എന്താ വ്യത്യാസം? മനസ്സ് ഹിയറിംഗ് ചേർത്താൽ ലിസണിംഗ് ആയി മാറും. യു ക്യാൻ ലിസൺ മാക്സിമം 3 minutes, അതിൽ കൂടുതൽ സാധ്യമല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ സാധിക്കുന്ന പരിധി 3 മിനിറ്റാണ്. വളരെ ലിഷേർലി നിങ്ങൾ വിദ്യാർത്ഥികളെ അറിയിച്ചാൽ 14 മിനിറ്റ് വരെ അവർക്ക് കുറെയൊക്കെ ലിസൺ ചെയ്യാം. എന്ത് 14 മിനിറ്റ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വലത്തെ കണ്ണ് 14 മിനിറ്റ് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി ഇടത്തെ കണ്ണിലേക്ക് പോകും. 14 മിനിറ്റ് ഇത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ഈ റെസ്പോൺസിബിലിറ്റി ഇടത്തെ കണ്ണിൽ പോകുമ്പോൾ ഇത് റെസ്റ്റ് എടുക്കും. ഈ 14 മിനിറ്റിന്റെ വ്യത്യാസം നമ്മുടെ ശരീരത്തെ അറിയാതെ മൊത്തം മാറ്റും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒരു ക്ലാസ്സില് അധ്യാപകരാകാൻ പോകുന്ന നിങ്ങള് ഒരേ വിഷയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിഷയങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്കൊരു കഥ പറയണം, ഇടയ്ക്കൊരു അനുഭവം പറയണം, ഇടയ്ക്കൊരു തമാശ പറയണം, ഇടയ്ക്ക് കുറച്ചു നേരം നിർത്തണം, ഇടയ്ക്കൊന്ന് ശബ്ദം കൂട്ടണം, ഇടയ്ക്കൊന്ന് ശബ്ദം കുറയ്ക്കണം. എന്താ കാരണം? നമ്മുടെ വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോഴും പല കറികളും പതിവുണ്ട്. സദ്യക്ക് പോകുമ്പോഴത്തേക്കും ധാരാളം കറികൾ പതിവുണ്ട്. വെറൈറ്റി ഓൾവേസ് increases the interest and the taste and attraction. വെറൈറ്റി എപ്പോഴും ഉണ്ടാവണം. വെറൈറ്റി ഇല്ലാത്ത ഒന്നിനും ജനങ്ങളെ അട്രാക്ട് ചെയ്യാനും പിടിച്ചിരുത്താനും സാധ്യമല്ല. അപ്പൊ നമ്മള് ക്ലാസ്സില് ഭാരതത്തിന്റെ പൂർവകാല വൈഭവത്തെ കുറിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വ്യക്തിയുടെ തരംഗ ദൈർഘ്യത്തിൽ വേണം കേൾപ്പിക്കാൻ. എത്ര മനസ്സിലായി? മൊബൈൽ ഫോണിന്റെ വേവ് ലെങ്ത് അറിയാലോ, അതല്ല ടിവിയുടെ വേവ് ലെങ്ത്. ടിവിയുടെ വേവ് ലെങ്ത് അല്ല റേഡിയോയുടെ വേവ് ലെങ്ത്. റേഡിയോയുടെ വേവ് ലെങ്ത് അല്ല മൈക്രോവേവിന്റെ വേവ് ലെങ്ത്. ഇതിന്റെ ഒന്നിന്റെയും വേവ് ലെങ്ത് അല്ല കോർഡ്ലെസ് ടെലിഫോണിന്റെ വേവ് ലെങ്ത്. അപ്പൊ ഓരോ വ്യക്തികൾക്ക് ഓരോ വേവ് ലെങ്ത് ഉണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വേവ് ലെങ്ത് അല്ല 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ വേവ് ലെങ്ത്. ബോട്ടണി പഠിപ്പിക്കുന്ന ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നേരെ കേറിയിട്ട് ഒരു ചെമ്പരത്തിപ്പൂ എടുത്ത് ദിസ് ഈസ് കൊറോള, ദിസ് ഈസ് സ്റ്റെയ്മൻ, ദിസ് ഈസ് പിസ്റ്റിൽ, ദിസ് ഈസ് ആൻഡ്രീഷ്യം, ദിസ് ഈസ് കാലിക്സ്, ദിസ് ഈസ് പീറ്റിയോൾ ആൻഡ് ദിസ് ഈസ് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്തായിരിക്കും വിചാരിക്കുക? സോ വാട്ട്, that is corolla, so what should I do? And this is stamen and pistil. Okay sir, very good. Now I have gained 40 minutes there for closing the class. അപ്പൊ ഈ കൊറോളയും സ്റ്റെയ്മനും പിസ്റ്റിലും പഠിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പഠിപ്പിച്ചു. ശരിക്കും പഠിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? വെറുതെ വിവരിച്ചു. ശരിക്കും വിവരിച്ചോ? ശരിക്കും വിവരിച്ചില്ല. എങ്ങനെ വിവരിച്ചു? മെക്കാനിക്കലി വിവരിച്ചു. മെക്കാനിക്കലി വിവരിച്ചപ്പോഴത്തേക്കും മനസ്സിന്റെ അകത്തേക്ക് പോയില്ല. അപ്പൊ എന്തു പറ്റി? ഈ ചെടിയുടെ മുകളിൽ വെള്ളം ഒഴിച്ച മാതിരിയായി. ദലൈലാമ അമേരിക്കയില് കുറെ പ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷം. അപ്പൊ അമേരിക്കയിലെ കുറെ പത്രക്കാർക്ക് ദേഷ്യം വന്നു. ഈ ദലൈലാമ അമേരിക്കയിൽ എപ്പോഴും വന്ന് ഇയാൾക്ക് എന്തിനാ പ്രസംഗിക്കണേന്നൊരു ചോദ്യം. അപ്പൊ 2-3 പത്രപ്രതിനിധികൾ ദലൈലാമയോട് ചോദിച്ചു അത്രേ,
Your problem is in your Tibet and China. Why you are continuously coming to America and giving lectures here? What we have to do there? Dalai Lama ശാന്തനായിട്ട് പറഞ്ഞു, we back home always used to water the plant in the roots. ഞങ്ങളുടെ നാട്ടില് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത് റൂട്ടില, വേരില, നോട്ട് ഇൻ ദ ക്രൗൺ, ഇലയിലല്ല. So the problem in the whole world is created by you. That is why I am here and telling you this thing. പിന്നെ പത്രക്കാരൊന്നും പറഞ്ഞില്ല. അതായത് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന നിങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത്. പിന്നെ ഒരൊറ്റ ആള് പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അടുത്ത ദിവസത്തെ പത്രത്തില് വലിയ ടൈറ്റിലായിരുന്നു, ദ ഹോൾ വേൾഡ് പ്രോബ്ലം ഈസ് ക്രിയേറ്റഡ് ബൈ അമേരിക്ക, ദലൈ ലാമ. അതിനുശേഷം ദലൈ ലാമയ്ക്ക് അമേരിക്കയിൽ എന്ത് ബഹുമാനവും സ്നേഹവുമാണ് ലഭിക്കുന്നതെന്നറിയോ? കാരണം അയാൾ സത്യം പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തില് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻഫർമേഷനും നോളജും പോകേണ്ടത് റൂട്ടിലേക്കാണ്. അത് ചെവിയിലൂടെ പോയിട്ട് ചെവിയിലൂടെ പുറത്തേക്ക് പോവല്ല. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയാണി ഇന്ദ്രിയ അർത്ഥേഭ്യ സർവേ ജ്ഞാനവിജ്ഞാനാഃ ഇന്ദ്രിയാണി ഏവ വസതി. ഇന്ദ്രിയങ്ങളിൽ തന്നെ നിലനിന്നാ പോരാ, അകത്തേക്ക് പോകണം. യോഗിക്ക് അത് മതി. യോഗിക്ക് ലഡുവിന്റെ ടേസ്റ്റ് നാക്കിൽ നിന്നാ മതി. ജയ്യ 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 എന്ന പാട്ട് യോഗിക്ക് ചെവിയിൽ നിന്നാ മതി, അകത്തേക്ക് പോകണ്ട. യോഗിക്ക് നമ്മുടെ മൂന്നാറിലെ ഇടിച്ചു പൊളിക്കുന്നത് കണ്ണിൽ നിന്നാ മതി, അകത്തേക്ക് പോകണ്ട. പക്ഷെ വിദ്യാർത്ഥിക്ക് ചെവിയിലൂടെ കേൾക്കുന്നത് അകത്തേക്ക് പോകണം, കണ്ണിലൂടെ കാണുന്നത് അകത്തേക്ക് പോകണം. അപ്പോഴാണ് ഇൻഫർമേഷൻ നോളജായി മാറുന്നത്. അതുകൊണ്ട് ഓരോ വേവ് ലെങ്തിൽ കൊടുക്കണം. വേവ് ലെങ്തിൽ കൊടുക്കാനാണ് നിങ്ങൾ BEd പഠിക്കുന്നത്. നേരെ കയറി സീരിയസ് ആയിട്ട് ഒരു ലെക്ചർ നടത്തിയിട്ട് അവസാനം നമ്മൾ ഐ ആം വെരി ഷുവർ ദാറ്റ് യു കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, താങ്ക് യു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ അർത്ഥം? And you are not here for making us not to understand, but you are here for making us understand what you are talking about. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ആ വേവ് ലെങ്തിൽ വേണം. ഡോക്ടർ പി രാമൻ എന്ന് പറയുന്ന സാറുണ്ട്. 2 ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കാം. ഒരു കുട്ടി ഒരു ചിത്രം വരച്ചു. ആ ചിത്രം ചെറിയൊരു കുട്ടി ചിത്രം വരച്ചത് അപ്പൂപ്പനെ കാണിച്ചു. അപ്പൊ അപ്പൂപ്പൻ ചിത്രം നോക്കി പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്, എന്തൊരു രസാ കാണാൻ എന്ന് അപ്പൂപ്പൻ പറയും. ഇതേ കുട്ടി അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിക്ക് ചിത്രം കാണിച്ചു കൊടുത്താൽ എന്ത് പറയും? അയ്യേ, ഇങ്ങനെയാ ചിത്രം വരയ്ക്കുക എന്നായിരിക്കും പറയാം. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് മെച്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തതുകൊണ്ട് ഇതിൽ കുറവുണ്ടെങ്കിലും ആ കുറവിനെ പോയിന്റ് ഔട്ട് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ബ്ലസ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും അപ്പൂപ്പന് സാധിച്ചു. അതേ ലെവലിലുള്ളത് കൊണ്ട് മറ്റേ കുട്ടിക്ക് അത് സാധിച്ചില്ല. മോട്ടിവേഷൻ, അപ്രീസിയേഷൻ, എൻകറേജിങ് ആൻഡ് ബ്ലസ്സിങ്, ഈവൻ യു ക്യാൻ പുട്ട് മോർ വേർഡ്സ്, ഗൈഡ് ചെയ്യാൻ സാധിച്ചു, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചു, ജസ്റ്റിഫൈ ചെയ്യാൻ സാധിച്ചു. എല്ലാം സാധിക്കണമെങ്കിൽ നമ്മളുടെ ലെവല് ഉയരത്തിലായിരിക്കണം. അതുകൊണ്ട് ഭാരതത്തിന്റെ പൂർവകാല വൈഭവം ഈ സയൻസ് ക്ലബിലൂടെ നിങ്ങൾ പഠിക്കണം. ആദ്യം മാത്തമാറ്റിക്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്ന് പറയണ്ടേ? അപ്പൊ ശരിക്കും മാത്തമാറ്റിക്സ് ക്ലബ് ആണെങ്കിൽ പൈ കണ്ടുപിടിച്ചത് ആരാണ്? ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷഷ്ടിസ്തദാ സഹസ്രാണാം അയുധദ്വയ വിഷ്കംഭസ്യ ആസന്നോ സാ വൃത്തപരിണാഹ. 100ന്റെ കൂട്ടത്തിൽ 4 ചേർത്ത് 8 കൊണ്ട് ഗുണിച്ച് ആ കിട്ടുന്നത് 62,000 കൂട്ടിയാൽ 20,000 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള വൃത്തത്തിന്റെ ചുറ്റളവ് കിട്ടും. പൈയുടെ വാല്യൂ എത്രയാ? 62,832 ഡിവൈഡ് ബൈ 20,000. ഇത് ലോകത്തിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ സയൻസ് ക്ലബ്ബുകാരൻ, ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിള് ചിലരെങ്കിലും കേട്ട് കാണും. ഇന്ത്യക്കാരല്ല കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം.
ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പെർസീവ് ടു കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. ഞാൻ സംസ്കൃതത്തിൽ ഒന്ന് പറയാൻ മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കുക. ഏക സമയേ ഉഭയാൻ അനവധാരണം. ഒരു സമയത്ത് രണ്ട് കാര്യങ്ങള് അനവധാരണം. അവധാരണം പെർസീവ് ചെയ്യാൻ സാധിക്കാം, അനവധാരണം ഇംപോസിബിൾ ടു പെർസീവ്. 2300 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി എഴുതിയ യോഗശാസ്ത്രത്തിലെ 4ാം അധ്യായത്തിലെ വരിയാണ്. ആലോചിച്ച് നോക്കാം. അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം. ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ ഈസ് കോൾഡ് പരമാണു, ആറ്റം. പരമാണു ഇതി പ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര. വാട്ട് വി കോൾ ആസ് an atom that can be understood only by a scientist. That can be understood only by a scientist. വീചി തരംഗന്യായേന ശബ്ദ ഉൽപ്പത്തി. വേവ്സ് ആയിട്ടാണ് ശബ്ദം പരക്കുന്നത്, എനിക്ക് അങ്ങ് വ്യാപിക്കുന്നത്. ഇത് ഗൗതമ മുനിയുടെ ന്യായശാസ്ത്രത്തിൽ വിവരിക്കുന്നു. ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ. ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ്. ഡാർവിൻ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പുള്ളതാ. ധമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത കുല്യാഭിരിവകേദാര രാസ്താഭിർ ദേഹോഭിവർദ്ധത. വയലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകൾ പോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 24ൽ പരം ബ്ലഡ് വെസൽസ് രക്തത്തെ എത്തിക്കുന്നു. വില്യം ഹാർവി ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരികളാണിത്. ഭംഗിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഏത് വിഷയം എടുക്കാം, ഞാൻ മിക്കവാറും നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ നാട്ടില് നമ്മുടെ രാഷ്ട്രത്തിന്റെ പൂർവകാല വൈഭവത്തില് അതുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളില് സിലബസിനകത്ത് ഇത് ഉണ്ടാവില്ല. പക്ഷെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല ഇത് പറയരുത് എന്ന്. അർത്ഥം മനസ്സിലായോ? ഇത് പറയരുതെന്ന് സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. ഇത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ഒരിക്കലും ഉറങ്ങാതിരിക്കുക. ഒരു ഭാഷ മാറ്റി പറഞ്ഞു നോക്ക, ആംഗ്യം മാറ്റി പറഞ്ഞു നോക്ക, മുഖത്തൊരു ചിരിയോടുകൂടി പറഞ്ഞു നോക്ക. എത്ര ഭംഗിയായിട്ടാ ഫ്രഞ്ച് റവല്യൂഷൻ പഠിപ്പിച്ചു എന്ന് വിചാരിക്ക. 1664 ഫ്രഞ്ച് എന്ത് സംഭവിച്ചു, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഓർക്കാൻ നേരമില്ല സാറ്. പിന്നെ 1644 ഫ്രഞ്ചിൽ എന്ത് സംഭവിച്ചാ നമുക്ക് എന്താ സാറ്? ഇന്നസെന്റ് ചോദിക്കണ മാതിരി ചോദിച്ചാ എന്താ പറയാ? അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനൊരു തരംഗ ദൈർഘ്യമുണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. അത് മാത്രമേ അവിടേക്ക് എത്തൂ. ആ വേവ് ലെങ്ത് ഉണ്ടാക്കിക്കൊണ്ട് വേണം ഇത് പറയാൻ. നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദഃ. Whatever is not existing, it cannot be made existing. Whatever is existing, it cannot be made non-existing. അർത്ഥം മനസ്സിലായി? Energy can neither be created nor be destroyed, and matter can neither be created nor be destroyed. അപ്പൊ ആലോചിച്ച് നോക്കാം, എത്രയെത്ര വരികൾ നമുക്ക് പറയാൻ നമ്മുടെ മുമ്പിലുണ്ടെന്നറിയോ? നല്ല രസമാണ്. ഈ വസ്തുതകൾ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമം. കാൽക്കുലസ് ഒരു പക്ഷേ ആഗസ്റ്റ് മാസം 14-ാം തീയതിയിലെ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ എല്ലാ പത്രങ്ങളിലും, ഈ കഴിഞ്ഞ ആഗസ്റ്റ് 14-ാം തീയതി ഭാരതത്തിലെ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജില് നല്ല ഒരു വാർത്ത വന്നിരുന്നു. നിങ്ങളിൽ ചിലർ കണ്ടിരിക്കും എന്ന് ഞാൻ കുറഞ്ഞത് തെറ്റിദ്ധരിക്കാം. യഥാർത്ഥത്തില് എന്തായിരുന്നു വാർത്ത? ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റില് തിരുവല്ലക്കാരനായ ഡോക്ടർ ഗി വർഗീസ് ഒരു വലിയ സന്ദേശം അപ്ലോഡ് ചെയ്തു.
മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റില് തിരുവല്ലക്കാരനായ ഗീവർഗീസ്, അദ്ദേഹം അവിടുത്തെ പ്രൊഫസറാണ്, മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്, അപ്ലോഡ് ചെയ്തത്. എന്താ അപ്ലോഡ് ചെയ്തത്? കാൽക്കുലസ് കണ്ടുപിടിച്ചത് കെൽവിൻ അല്ല, ന്യൂട്ടൺ അല്ല, ലെബനിറ്റ്സ് അല്ല, ല്യൂളർ അല്ല, ഇരിഞ്ഞാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യരും പാലക്കാടുകാരനായ പുതുമന സോമയാജിയും കുണ്ടറക്കാരനായ ശങ്കരനാരായണനും തിരൂരുകാരനായ ശങ്കരവർമ്മനും കുണ്ടോട്ടിക്കാരനായ തൃക്കണ്ടിയൂരുകാരനായ നാരായണ പിഷാരടിയുമാണ് എന്ന്. ഈ 5 പേരും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇവരൊക്കെ കേരളീയരാ, നിങ്ങളും കേരളീയരാ, അത് കാരണം കേട്ടിട്ടുണ്ടാവില്ല. ഇവരുടെ പുസ്തകത്തില് ഈ കാൽക്കുലസ് കണ്ടുപിടിച്ചത് നമ്മളാണെന്നും സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അതിന്റെ കോൺവേഴ്സ് സീക്കന്റ് തീറ്റ, കൊസീക്കന്റ് തീറ്റ, കോട്ടാഞ്ചന്റ് തീറ്റ ഉപയോഗിച്ച് ആദ്യം തിയറം എഴുതിയത് ലബ്ധാനി യുഗ്മാനി ബലാന്യതോ ദശ്ചാപാദ യുഗ്മാനി ച വിസ്തരാർത്ഥാത് വിന്യസ്യ ചോപര്യുപരിത്യജേ തച്ചേഷൗ ഭുജാ കോടിഗുണൗ ഭവേത. ഒരക്ഷരം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ കണ്ടുപിടിച്ചത് എന്ന് ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിങ്ങളോട് പറയുമ്പോ ഇങ്ങനെ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്, സാറ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ സാറും പറഞ്ഞിട്ട് 2 മണിക്കൂർ കഴിയുമ്പോ സാറും പോകും. പിന്നെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ എന്തൊക്കെ. ചിലര് പറയും 0 ഭാരതീയരാ കണ്ടുപിടിച്ചതെന്ന്, ചിലരതിനെ തിരിച്ചിട്ട് പറയും ഭാരതീയർ കണ്ടുപിടിച്ചത്. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? ചിലതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏതോ സൂര്യ ടിവിയിലോ ഏഷ്യാനെറ്റിലോ ചിലതുണ്ട്, കാല് തലയിൽ വെച്ച് നടക്കുന്ന ജന്തുവിന്റെ പേരെന്താണ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും ചോദിച്ചു കാല് തലയിൽ വെച്ച് നടക്കുന്ന ജന്തുവിന്റെ പേരെന്താ. ഒരാൾക്കും കിട്ടിയില്ല. അവസാനമാണ് ഒരു കുട്ടി വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു പേൻ എന്ന്. കാരണം അതിന്റെ കാല് നമ്മുടെ തലയിൽ വെച്ചല്ലേ നടക്കണം, അതുകൊണ്ട് പേൻ എന്ന്. അതുപോലെ തന്നെ തിരിച്ചിട്ടാൽ ജീവനുണ്ട്, മറച്ചിട്ടാൽ ജീവൻ പോയി. എന്താണ് തിരിച്ചിട്ടാൽ? ഇറച്ചി കോഴി. അതിന് തിരിച്ചിട്ടാലോ ഇറച്ചി കോഴി എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, തിരിച്ചിട്ടാൽ കോഴി ഇറച്ചി ജീവനില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അതേമാതിരി തന്നെ നമ്മള് ഈ തിയറങ്ങള് വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ആർക്ക് എടുക്കുക, ആർക്കിന്റെ n പവർ എടുക്കുക, വീണ്ടും ആർക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോ 5n+1 കിട്ടും. എന്നിട്ട് ഫാക്ടോറിയൽ n കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് r⁻n ബൈ ഫാക്ടോറിയൽ n കൊണ്ട് ഉണ്ടാക്കുക. ഇങ്ങനെ കിട്ടുന്ന വാല്യൂസ് മാറ്റി മാറ്റി വെക്കുക. n = 1 3 5 7 9 ഒറ്റ സംഖ്യയിലെ മാറ്റി വെക്കുക. n = 2 4 6 8 ഇരട്ട സംഖ്യയിലെ മാറ്റി വെക്കുക. ആർക്കിൽ നിന്ന് ഒറ്റ സംഖ്യയുടെ വാല്യൂ കുറച്ചാൽ നിങ്ങൾക്ക് സൈൻ തീറ്റ കിട്ടും. ആർക്കിൽ നിന്ന് ഇരട്ട സംഖ്യയുടെ വാല്യൂ കുറച്ചാൽ കോസ് തീറ്റ കിട്ടും. ഡിവൈഡ് ചെയ്താൽ ടാൻ തീറ്റ കിട്ടും. ഇതാണ് പുതുമന സോമയാജി സർ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് 220 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കരണപദ്ധതി എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 6-ാമത്തെ തിയറം. കരണപദ്ധതി എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 6-ാമത്തെ തിയറമാണ് ഇത്. ഈ പുസ്തകം ഇന്നും കേരളത്തിൽ ലഭ്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധീകരണ വകുപ്പിന്റെ ഹെഡിനത് അറിഞ്ഞൂടാ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചാലേ എടുത്തു തരുള്ളൂ അവര്. യഥാർത്ഥത്തില് ഈ പൂർവകാല വൈഭവം ഗ്രിഗറീസ് തിയറം വർഗൈർ യുജാംബ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈഹി വ്യാസഞ്ച ഷഡ്ഗിനം വിഭജത് ഫലം സ്വം വ്യാസേത്രി നിഗ്നേ പരിദിഷ്ടദാസ്യ. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണമെന്നില്ല. ഇരട്ട സംഖ്യയുടെ സ്ക്വയർ എടുത്ത് അതിൽ നിന്ന് 1 കുറച്ച് അതിന്റെ സ്ക്വയർ എടുത്ത് അതിനെ ആ ഇരട്ട സംഖ്യയുടെ സ്ക്വയർ കിഴിച്ച് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡയമീറ്ററിന്റെ സ്ക്വയറിനോട് കൂട്ടുകയും ആൾട്ടർനേറ്റീവ്ലി കുറയ്ക്കുകയും ചെയ്ത് കിട്ടുന്ന വാല്യൂ ഡയമീറ്ററിന്റെ 3 ടൈംസിനോട് ചേർത്താൽ കറക്റ്റായിട്ട് വൃത്തത്തിന്റെ സർക്കംഫറൻസ് കിട്ടും എന്നാണ് ഈ ഗ്രിഗറി പറഞ്ഞിരിക്കുന്നത്. അതിവിടെ ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മാത്തമാറ്റിക്സ് തിയറം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, മറിച്ച് ചെവിയിലൂടെ നിങ്ങള് അഥവാ നമ്മള് ഭാരതത്തിന്റെ പൂർവകാല ശാസ്ത്ര വൈഭവം
വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അധ്യാപകർക്കേ സാധിക്കുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞതാ ഞാൻ. 2-3 ഉദാഹരണങ്ങൾ മാത്തമാറ്റിക്സ് ആയി. ഹെയ്സൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ പറഞ്ഞു, ആറ്റത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്തിനു വേണ്ടി പറഞ്ഞു? ഭാരതത്തിന്റെ പൂർവ്വകാല വൈഭവത്തിന് എക്സാമ്പിൾ ആയിട്ടാണ്. ഡൽഹിയിലെ അയേൺ പില്ലർ നിങ്ങൾ കണ്ടു കാണൂല്ലേ? കേട്ട് കാണും. അറ്റ്ലീസ്റ്റ് 30 കിലോഗ്രാം വീതം ഭാരമുള്ള അയേൺ ഫോർജ് വെൽഡ് ചെയ്തിട്ട 7 ടൺ ഭാരവും 21 അടി ഉയരവുമുള്ള അയേൺ പില്ലർ ഉണ്ടാക്കിയത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു അയേണാണ്. 1900 വർഷങ്ങളായി അവിടെ നിൽക്കുന്നു. ഇന്നും പെയിന്റ് ചെയ്തിട്ടില്ല. ഇത്ര MLA മാരും MP മാരും അതിന്റെ അടുത്ത് താമസിച്ചിട്ടും അത് തുരുമ്പ് പിടിച്ചിട്ടുമില്ല. അപ്പൊ എന്താണ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ കാരണം? ലോകത്തിൽ എത്രയോ ഇരുമ്പുണ്ടല്ലോ. ഈ ഇരുമ്പ് എന്തുകൊണ്ട് തുരുമ്പ് പിടിച്ചില്ല? ദ അയേൺ മെറ്റലർജിക്കൽ ടെക്നോളജി existed in India was superior to the iron technology that is existing in India and in the world. ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും വലുതാ. അപ്പൊ ടെക്നോളജിയുടെ മഹത്വം മാത്രമല്ല, ഫോർജ് വെൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടാൽ 30 കിലോഗ്രാം അയേൺ പീസ് 1430 ഡിഗ്രി ചൂടാക്കിയിട്ട് പ്രസ് ചെയ്യുക, ഫോർജ് വെൽഡിങ് എന്ന് പറയുക. പെട്ടെന്ന് കേൾക്കുമ്പോ ആർക്കും ഒരു വിഷമവും തോന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും തോന്നില്ല. പക്ഷേ വിഷമം തോന്നണ എപ്പോഴറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പ്, 1900 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, കൽക്കരി ഉണ്ടായിരുന്നില്ല, പെട്രോളും ഡീസലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ ഈ 1430 ഡിഗ്രി വരെ അവർ ചൂടാക്കിയത്? ഇത് മൂന്നും ഇല്ലെങ്കിൽ 850 ഡിഗ്രിക്ക് അപ്പുറം ചൂടാക്കാനുള്ള ഒരു സംവിധാനവും ഇന്നും അന്നും ലോകത്തിലില്ല. 850 ഡിഗ്രിക്ക് അപ്പുറം ചിരട്ട എടുത്താലും സൾഫർ എടുത്താലും നിങ്ങൾ ഏത് സംവിധാനം എടുത്താലും 850ക്ക് അപ്പുറം ചൂടാക്കാൻ സാധ്യമല്ല. സിഗരറ്റ് കുറ്റി റോട്ടിലിരിക്കുമ്പോൾ ചെരുപ്പിടാതെ കയറി ചവിട്ടിയാൽ ഒരു സുഖം ഉണ്ടല്ലേ? സിഗരറ്റ് കത്തുന്ന സിഗരറ്റ് എന്താ സുഖം ഉണ്ടാവാൻ കാരണം സിഗരറ്റ് കുറ്റിയാണ് 650 ഡിഗ്രിയിലാണ് അത് കത്തണത്. ചിരട്ട കത്തണത് 550ലാണ്. ചിരട്ട കത്തുന്നത് 550 ഡിഗ്രി, സിഗരറ്റ് കത്തുന്നത് 650ലാണ്. അതുകൊണ്ടാണ് അത് ചവിട്ടുമ്പോഴത്തേക്ക് നല്ല സുഖം ഉണ്ടാവുന്നത്. ഇപ്പൊ യഥാർത്ഥത്തില് 850 ഡിഗ്രിക്ക് അപ്പുറത്ത് ചൂടാക്കാനുള്ള ഒരു സംവിധാനം ഇന്നും അന്നും ഈ 3 എണ്ണം ഇലക്ട്രിസിറ്റിയും കൽക്കരിയും ഡീസലോ പെട്രോളോ ഈ 3 ഇല്ലാതിരുന്ന കാലത്ത് സാധ്യമല്ലാതിരുന്നിട്ടും അവർക്ക് 1430 ഡിഗ്രി വരെയും ചൂടാക്കിയിട്ട് ഫോർജ് വെൽഡ് ചെയ്ത് അയേൺ പില്ലർ ഉണ്ടാക്കാൻ സാധിച്ചു. അതിപ്പോഴും തുരുമ്പ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ അയേൺ ടെക്നോളജി എന്താണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് നിങ്ങൾ ഏത് വിഷയം പഠിപ്പിക്കട്ടെ, ഇത് ഹിസ്റ്ററിയിൽ പഠിപ്പിക്കാം. എന്താ കുഴപ്പം ഹിസ്റ്ററിയിൽ പഠിപ്പിച്ചാൽ? ഇത് ബോട്ടണിയിൽ പഠിപ്പിക്കാം. ബോട്ടണിയുടെ എടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഭാരതത്തിന്റെ സയന്റിഫിക് ഹെറിറ്റേജ് പഠിപ്പിച്ചാൽ എന്താ രസം. അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ടീച്ചർ വരുമ്പോഴത്തേക്ക് നല്ല ടീച്ചറാണ്, നമ്മുടെ നാടിനെ കുറിച്ച് നല്ലത് പറയുന്ന ടീച്ചറാ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും താല്പര്യമുണ്ട്. കഥകൾ കേൾക്കാൻ, ചരിത്രം കേൾക്കാൻ, കാണാൻ, അനുഭവിക്കാൻ, എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. എന്റെ വീട്ടുകാരെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനും, എന്റെ സമൂഹത്തിലുള്ളവരെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനും, എന്റെ രാഷ്ട്രത്തിലുള്ളവരെ കുറിച്ച് നല്ലത് പറയുന്നതും കേൾക്കാൻ നമുക്കിഷ്ടമാണ്. അതുകൊണ്ടല്ലേ കുറച്ചു മുമ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 448 റൺസ് എടുത്ത് 5 വിക്കറ്റ് പോയപ്പോഴും ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കണത് എന്തിനാ അറിയോ? ഇന്ത്യ ജയിക്കോ ഇല്ലത്ര. കഴിഞ്ഞ ആഴ്ച തോറ്റു, അതിന്റെ മുമ്പിലത്തെ ആഴ്ച ജയിച്ചു, അതിന്റെ മുമ്പിലത്തെ ആഴ്ച തോറ്റു, അതിന്റെ മുമ്പിലത്തെ ആഴ്ച ജയിച്ചു. പിന്നെ എന്തിനാ ഇതിന്റെ മുമ്പിൽ ഈ ഒരു ഉണ്ട എടുത്തെറിയ? മറ്റേ ആളുടെ കയ്യിൽ ഒരു അടിയുണ്ട്, അതെടുത്ത് തട്ട. അത് മോളിൽ കൂടെ പോയാൽ ഓടാതെ 6 റൺസ്. റൺ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഓടുക എന്നാണ്. മോളിൽ കൂടെ പോയാൽ ഓടാതെ 6 റൺസ്, നിലത്ത് കൂടെ പോയാൽ ഓടാതെ 4 റൺസ്. അത് ഈ മലയാളവും ഇംഗ്ലീഷും കൂടി ചേർത്ത് പറഞ്ഞാൽ ക്യാച്ച് പിടിക്കുക. ക്യാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പിടിക്കാന്നാണ്. അപ്പൊ ക്യാച്ച് പിടിച്ചാൽ ഇയാൾ ഔട്ട്. അതുപോലെ തന്നെ 3 കുറ്റി അപ്പുറത്ത് വെക്കുക, അതിന്റെ ഇടയിൽ കൂടെ പന്ത് പോകരുതെന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇയാളുടെ കാലെങ്ങാനും ചെരുപ്പെങ്ങാനും വരയുടെ അപ്പുറത്ത് പോയിട്ട് പന്ത് ഇതിൽ തൊടിയിച്ചാൽ ഔട്ട്. എന്തൊക്കെ വക്രമായിട്ടുള്ള റൂൾ ഉണ്ടാക്കിയിട്ട് ഒരു കളി കളിച്ചിട്ട് അവസാനം ഇന്ത്യ ജയിച്ചു എന്ന് പറയുമ്പോ എന്തൊരു സന്തോഷം.
എന്താ കാരണം? എനിക്ക് എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും എന്റെ സമൂഹത്തെ കുറിച്ചും എന്റെ നാടിനെ കുറിച്ചും നല്ലത് പറയാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ ജയിച്ചു എന്ന് പറയുന്നതും ഈ 11 പട്ടോടിമാർ അവിടെ ഇരുന്നോണ്ട് ഒച്ചയെടുക്കുന്നത് തമ്മിൽ എന്താ ഇന്ത്യ? ഇവരാ ഇന്ത്യ? ഈ 11 പേരാ ഇന്ത്യ? ഈ സച്ചിൻ ടെണ്ടുൽക്കറാ ഇന്ത്യ? ഈ രാഹുൽ ദ്രാവിഡ ഇന്ത്യ? പണ്ടൊരാള് ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ പറഞ്ഞു. അങ്ങനെ വല്ലത് ഇതുവരെ ആരും പറഞ്ഞു പിന്നെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ 11 പേര് ഇന്ത്യ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അവര് ജയിക്കുമ്പോഴും ഇന്ത്യ ജയിച്ചു എന്നൊരാവേശം. സൗത്ത് ആഫ്രിക്കയില് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ കളിച്ചപ്പോ അവസാനത്തെ 2 റൺസിനോ മറ്റോ ഇന്ത്യ ജയിച്ചപ്പോ എന്റെ മഹാഭാഗ്യത്തിനായി എന്റെ മകൻ ആ TV പൊളിക്കാത്തത്. അപ്പോ നമുക്ക് നമ്മളെ കുറിച്ച് കേൾക്കുമ്പോ സന്തോഷം വരും, ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾ ബോട്ടണി പ്രൊഫസറോ അല്ലെങ്കിൽ ഹിസ്റ്ററി ടീച്ചറോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചറോ ആയതുകൊണ്ട് മെറ്റലർജി പറയാൻ പാടില്ലെന്നില്ല. അവസാനത്തെ 5-10 മിനിറ്റ് ആവേശോജ്വലമായി ക്ലാസ് എടുക്കാൻ സാധിക്കണം. വ്യക്തമായിട്ട് പറയണം, അവർക്ക് മനസ്സിലാകുന്ന വിധത്തില്, അവരുടെ മനസ്സിലാകുന്ന വിധത്തില്. എന്തേ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ആവുക, കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? നെറ്റിൽ ആവുക, വലയിലാവുക. മത്സ്യം എവിടെയായി? വലയിലായി. അറിവ് എവിടെയായി? മനസ്സിൽ ആയി. നമ്മൾ ഈ മനസ്സിലായി എന്ന് വെറുതെ പറയാ. ഞാൻ ചിലപ്പോ ചിലരോട് പറയാറുണ്ട്, നമ്മുടെ അമേരിക്കയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനില് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൺസ്യൂം മിനിമം 8 ഗ്ലാസ് വാട്ടർ എവറി ഡേ. മിനിമം ഒരു ദിവസം 6-8 ഗ്ലാസ് വെള്ളം കുടിക്കണം. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, അത് എല്ലാവരും രാവിലെ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഒരാള് എന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്ന് എനിക്ക് ക്ഷയിക്കാൻ്റെ സാറാണ് യഥാർത്ഥ പ്രഭാഷകൻ, സാറാണ് അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ദിവസം മിനിമം 8 ഗ്ലാസ് എങ്കിലും വെള്ളം അടിക്കണം എന്ന് സാറല്ലേ പറഞ്ഞത്? വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ വെള്ളം കുടിക്കണമെന്നാ പറഞ്ഞത്. ഇങ്ങനെ അതിനെ എന്താക്കി, തമാശയിലാണ്, എന്നാലും അതിനെ വെള്ളം അടിക്കണം എന്നാക്കി മാറ്റി. അർത്ഥം മൊത്തം മാറിയല്ലോ ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ പറയുന്ന വാക്കുകൾ വിദ്യാർത്ഥികൾക്ക് അറിവുണ്ടാക്കിയാ പോരാ, ആവേശം ഉണ്ടാക്കിയാ പോരാ, ആനന്ദവും ഉണ്ടാക്കണം. അറിവുണ്ടാക്കണം, ആവേശം ഉണ്ടാക്കണം, ആനന്ദം ഉണ്ടാക്കണം, അഭിമാനം ഉണ്ടാക്കണം. അങ്ങനെ ചേർന്ന കുറേ വാക്കുകളുണ്ട്. അതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. ആ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴാ വിദ്യാർത്ഥികൾ പറയാം, നല്ല ടീച്ചറാ, ആ ടീച്ചറുടെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ പറയും. മറ്റേ ടീച്ചർ അത് തല്ലിപ്പൊളി ടീച്ചറാ, അത് കാരണം ആ ടീച്ചറുടെ ക്ലാസ് കേട്ടാലും കേട്ടില്ലല്ലോ, ഒരു പ്രയോജനമില്ല. ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്, കൊട്ടേഷനില് അവാർഡ് എന്ന വാക്ക് കൊട്ടേഷനില്. അല്ലാതെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ തന്നിന്ന് വരാം, അതൊക്കെ വേറെ. പക്ഷെ നമ്മൾ ആർക്കു വേണ്ടിയാണോ പഠിപ്പിക്കുന്നത് അവരുടെ മനസ്സിനകത്ത് നമ്മുടെ ചിത്രം എത്ര കാലമുണ്ടോ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അതിന് ഭാരതത്തിന്റെ പൂർവ്വകാല വൈഭവം അറിഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഞാൻ കുറെ തത്വങ്ങൾ പറഞ്ഞു. അതുപോലെ അയേൺ മെറ്റലർജി ആലോചിച്ച് നോക്കുക. കാഞ്ചീപുരം സാരി ടെക്നോളജി ലോകത്തിൽ ഇന്നും ഒരാൾക്കും സാധിക്കാത്ത ടെക്നോളജിയാ. റോമില് നീറോ ചക്രവർത്തി BC 600 ഭരിച്ചിരുന്ന കാലത്ത് BC 600 റോമില് ഉള്ള സ്ത്രീകൾ ഉടുത്തിരുന്നത് കാഞ്ചീപുരം സാരിയാ. കാഞ്ചീപുരം സാരിയാണ് ആദ്യമായിട്ട് റോമില് ബാൻ ചെയ്തത്. BAN ബാൻ ചെയ്തു. എന്താ കാരണം? ഇവിടെ നിന്ന് പോകുന്ന ചില സാരികൾ മടക്കി വെച്ചാൽ ഒരു തീപ്പെട്ടിക്കകത്ത് വെക്കാവുന്ന അത്രയും തിന്നായിരുന്നു. അത്ര തിന്നായിട്ടുള്ള സാരി സ്ത്രീകൾ ഉടുത്താനുള്ള അവസ്ഥ അറിയാലോ, ബാക്കി ഞാൻ പറയണ്ടല്ലോ. ആ അവസ്ഥ അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ സാരി ഇമ്പോർട്ട് ചെയ്യരുതെന്ന് 2600 വർഷങ്ങൾക്ക് മുൻപ് റോമ ചക്രവർത്തി ഡിക്ലെയർ ചെയ്തത്. ഇത് ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഈ അയൺ ടെക്നോളജി മാത്രമല്ല, ബേസിക് സയൻസ് മാത്രമല്ല, മാത്തമാറ്റിക്കൽ തിയറംസ് മാത്രമല്ല, ടെക്സ്റ്റൈൽ ടെക്നോളജി ഇന്ത്യയിലുള്ളതിന്റെ അടുത്തെത്താൻ ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 4 മാസങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിന്ന് 2-3 പേര് കാഞ്ചീപുരത്ത് നിന്ന് 4 പേരെ ചൈനയിലേക്ക് ക്ഷണിച്ചു. കാഞ്ചീപുരത്ത് 4 പേരെ
ചൈനയിലേക്ക് ക്ഷണിച്ച നല്ല സ്വീകരണമൊക്കെ കൊടുത്ത് ആ 4 പേരുടെ കയ്യിലും 2 കോടി രൂപ വെച്ചു കൊടുത്തു. എത്ര കോടി രൂപയായി? 8 കോടി രൂപ വെച്ചു കൊടുത്തിട്ട് കാഞ്ചീപുരത്ത് എങ്ങനെയാ നിങ്ങൾ സാരി ഉണ്ടാക്കുന്നതെന്നൊന്ന് വിവരിച്ചു തരാൻ പറഞ്ഞു. കൂളായിട്ട് ഇവര് വിവരിച്ചു കൊടുത്തു. അവരത് വീഡിയോയിലെടുത്തു. ഇപ്പൊ ലോകത്തിലെ 61 രാജ്യങ്ങളിലേക്ക് കാഞ്ചീപുരം സാരി പോകുന്നത് കാഞ്ചീപുരത്ത് നല്ല ചൈനയിൽ നിന്നാണ്. 61 രാജ്യങ്ങൾ. ഞാൻ ഇത്തിരി നീളം കൂട്ടിയാ പറഞ്ഞത്, മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ. യഥാർത്ഥത്തില് കാഞ്ചീപുരത്ത് നിന്നുള്ള സാരിയുടെ ഇൻഫർമേഷൻ ചൈനയ്ക്ക് പോയപ്പോൾ അവര് അത് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാഞ്ചീപുരത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാരിയുടെ പകുതി വിലയ്ക്കാണ് ചൈന ഇപ്പൊ അത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കാം. ഞാൻ ഇതും ഇവിടെ പറയാൻ കാരണം, ഏത് നോളജ് എടുത്ത് നോക്കാം, ദ പാസ്റ്റ് ഓഫ് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി. എന്നെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ കൂടുതൽ ദിവസം അവിടെ തങ്ങണ്ട, കുറച്ച് ദിവസം തങ്ങി തിരിച്ചു വരിക. കാരണം അവിടെ പത്മനാഭം പണ്ട് തന്നെ കിടക്കാൻ കാരണം ആൾക്കാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അതുകൊണ്ട് അവിടെ വന്ന് മാർച്ച് 21 സെപ്റ്റംബർ 21-ാം തീയതി മാർച്ച് 21 സെപ്റ്റംബർ 21 വരികയാണെങ്കിൽ കിഴക്കേ കോട്ടയിൽ നിന്ന് പടിഞ്ഞാറേ ഗോപുരത്തിലേക്ക് നോക്കിയാൽ സൂര്യൻ ഓരോ വാതിൽക്കൽ കൂടി താഴത്തേക്ക് ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. 3 മണി തൊട്ട് 5:30 മണി വരെ. ബാക്കി ഒരു ദിവസം സൂര്യനെ കാണാൻ സാധ്യമല്ല ആ ഗോപുരത്തിന്റെ വാതിൽക്കൽ കൂടി. ഇത് 1600 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗോപുരം പണിതതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഗോപുരം പണിതത് ഒരു അസ്ട്രോണമിക്കൽ പാരാമീറ്റർ ഉപയോഗിച്ച ആ ഗോപുരത്തിൽ ഇന്നും ഒരു സ്ക്രാച്ച് ഇല്ല. ഏത് സിമന്റ് ഉപയോഗിച്ച ആ ഗോപുരം പണിതത്? 97 ടൺ ഭാരമുള്ള ഒരു കരിങ്കല്ല് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ആ ഗോപുരത്തിന്റെ RHS-ഉം LHS-ഉം ഒന്ന് തന്നെയാണ്. RHS മനസ്സിലായല്ലോ, റൈറ്റ് ഹാൻഡ് സൈഡ്, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒന്ന് തന്നെ. മിറർ ഇമേജ്, ഒരു തരത്തിലും മാറ്റമില്ല. ഒരു സ്ക്രാച്ചും ഇന്ന് അതിൽ വീണിട്ടില്ല. ഏത് ബിൽഡിംഗ് മെറ്റീരിയൽ അവർ ഉപയോഗിച്ചിരുന്നത്? 1920-ലാണ് ഇംഗ്ലണ്ടില് ആദ്യത്തെ പോർട്ട്ലാൻഡ് സിമന്റ് കമ്പനി ഉദ്ഘാടനം ചെയ്തത്. 1920-ല്. 1922-ലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യത്തെ പോർട്ട്ലാൻഡ് സിമന്റ് കപ്പല് കയറ്റി ഇന്ത്യയിലേക്ക് വന്നത്. അതിനു മുമ്പ് ഇവിടെ പോർട്ട്ലാൻഡ് സിമന്റ് ഇല്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സിമന്റ് ഇല്ല. അതില്ലാതിരുന്ന കാലത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം, ശുചീന്ദ്രത്തിലെ ഗോപുരം, തിരുവണ്ണാമലയിലെ ഗോപുരം, കുംഭകോണത്തിലെ ഗോപുരം, ചിദംബരത്തിലെ ഗോപുരം, അതുപോലെ തന്നെ അനവധി സ്ഥലങ്ങളിലുള്ള ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരം 100, 500, 1000, 1300 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കാൻ സാധിച്ച ബിൽഡിംഗ് മെറ്റീരിയലിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കാം. വെറുതെ ആലോചിച്ച് നോക്കാം. വീണ്ടും ഞാൻ പറയുന്നു, എന്തിനാ ഇതിപ്പോ പറയുന്നത്? വിദ്യാർത്ഥികളെ കേൾപ്പിക്കാൻ. സയൻസ് ക്ലബിലൂടെ ഭാരതത്തിന്റെ പൂർവകാല വൈഭവം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ മുമ്പില് അറിവിന്റെ കൂമ്പാരമാണുള്ളത്. അറിവിന്റെ കൂമ്പാരമാണ്. ബേസിക് സയൻസും അപ്ലൈഡ് സയൻസും. ഓർമ്മിക്കാം, ലോകത്തിൽ ആദ്യം പ്ലാസ്റ്റിക് സർജറി വിവരിച്ചിരിക്കുന്നത് സുശ്രുത സംഹിതയിലാണ്. BC 600-ല് 2600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ സുശ്രുത സംഹിതയിലെ പ്ലാസ്റ്റിക് സർജറി വിവരിക്കുന്ന ഭാഗമാണ് 1932-ല് പാരീസിൽ നടന്ന ആദ്യത്തെ വേൾഡ് പ്ലാസ്റ്റിക് സർജൻസ് കോൺഫറൻസില് ഇൻവോക്കേഷൻ അഡ്രസ് ആയിട്ട് വായിച്ചത്. ഇത് മനസ്സിലായില്ല, ഞാൻ പതുക്കെ പറഞ്ഞെങ്കിലും മനസ്സിലായില്ല. സുശ്രുത സംഹിതയില് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് വിവരിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. 1932-ല് വേൾഡ് പ്ലാസ്റ്റിക് സർജൻസ് മീറ്റിംഗ് നടന്നു. ആ സെമിനാർ നടന്നത് പാരീസിലാണ്, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ. ആ പാരീസില് നടന്ന ആ മീറ്റിംഗില് തുടക്കത്തില് വായിച്ചത് സുശ്രുത സംഹിതയിലെ വരിയാണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്നപ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, നല്ല ഗംഭീര പ്രാർത്ഥന. എങ്ങാനും ലൈവ് ഷോക്ക് അമൃത TV-യിൽ പോയാൽ ആ 4 പേര്, ഉണ്ണീമേനോനും ഉഷാ ഉതുപ്പും അല്ലാത്ത ഉതുപ്പും അവന് കരയാൻ തുടങ്ങി. എന്തു പിച്ചിലാ തുടങ്ങിയത്? ഈ കുറച്ചു മുമ്പ് നടത്തിയ പ്രാർത്ഥന
തുടങ്ങിയപ്പോ തന്നെ 13ാമത്തെ പിച്ചിലാ തുടങ്ങിയ പ്രാർത്ഥന. അതൊന്ന് താഴ്ത്തിയല്ലേ തുടങ്ങേണ്ടത്. ഇങ്ങോട്ട് ഹൈ പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ശ്വാസം കിട്ടുമോ പറയാം. ഏതായാലും കുഴപ്പം. ഇതിനെ കുറിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. കുറച്ചു മുമ്പ് ഈ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നടന്നല്ലോ. ആ പ്രാർത്ഥനയുടെ പിച്ചിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് അതേമാതിരി ഒരു പ്രാർത്ഥന പാരീസിൽ 1932 നടന്നു. ആ പ്രാർത്ഥനയില് അത് ശരിക്കും പ്രാർത്ഥനയായിരുന്നില്ല. സുശ്രുത സംഹിത എന്ന ആയുർവേദ പുസ്തകത്തില് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് സുശ്രുത മഹർഷി വിവരിക്കുന്നതാണ് വായിച്ചത്. പിന്നെ 1942 വരെ ഈ ചെവിയോ ലിപ്സോ നാക്കോ മൂക്കോ കണ്ണോ ചീക്കോ കയ്യോ എന്ത് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയാലും അതിനൊരു പേരിട്ടിരുന്നു. ഇന്ത്യൻ ഇയർ എന്നാ പറയാ, ഇന്ത്യൻ നോസ്, ഇന്ത്യൻ ചീക്ക്, ഇന്ത്യൻ ഫിംഗർ, ഇന്ത്യൻ ലിപ്പ് എന്നാ പറയാ. ഇന്ത്യൻ ലിപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയ ലിപ്പ് എന്നർത്ഥം. യഥാർത്ഥത്തില് ഈ ഭൗതിക ശാസ്ത്രം മാത്രമല്ല, ജീവശാസ്ത്രവും ഇവിടെയാണ് നടത്തിയിരുന്നത്. ബയോടെക്നോളജിയിൽ ഭാരതത്തിന്റെ അറിവ് എത്രയാ? വളരെ സിമ്പിളായിട്ട് അമ്മൂമ്മയോട് ചോദിച്ചാൽ മതി. പാല് തൈരാക്കണത് എങ്ങനെയാ? മിൽമയിൽ നിന്ന് മേടിച്ച പാലിൽ കൊണ്ടുപോയിട്ട് തൈരൊഴിച്ചാൽ പോരെ. എന്താ അവരത് ചെയ്യാത്തത്? അവർ തിളപ്പിച്ച് ആറ്റി ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കുക. എന്താ കാരണം? മറ്റു ബാക്ടീരിയയെ നശിപ്പിച്ചതിന് ശേഷം വേണം ഈ ബാക്ടീരിയയെ, ലാക്ടോബാസിലസിനെ ഫീഡ് ചെയ്യാൻ. നല്ലതായിട്ട് അവർക്കറിയാം. പണ്ട് അമ്മൂമ്മമാരുണ്ടാക്കിയ കടുമാങ്ങ കറിയില് ഒരിക്കലും പുഴു വന്നിരുന്നില്ല, ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്തിരുന്നില്ല. നല്ല കടുകരച്ച് മുകളിൽ വെക്കും, അതിന്റെ മുകളിൽ കടുകെണ്ണയോ നല്ലെണ്ണയോ ഒഴിക്കും. നല്ലെണ്ണയിൽ എന്താ ഉള്ളത്? വളരെ ഭംഗിയായിട്ട് സിസമോളുണ്ട്. കടുകെണ്ണയില് അല്ലയിൽ ഐസോതയോസയനേറ്റ് ഉണ്ട്. ഒറ്റ ബാക്ടീരിയ പോലും വളരില്ല. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഫെർമെന്റേഷൻ ടെക്നോളജി. പണ്ടുള്ളവർ വെള്ളയപ്പം ഉണ്ടാക്കാൻ എന്താ ചെയ്യാ? കരിക്കിന്റെ വെള്ളം എടുത്ത് കുറച്ചു നേരം തുറന്നു വെക്കും, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കും. അപ്പൊ കരിക്കിന്റെ വെള്ളം ഫെർമെന്റ് ചെയ്ത് ആൽക്കഹോളായി മാറും. അത് നേരെ വെള്ളയപ്പത്തിലേക്ക് ഒഴിച്ചാൽ വെള്ളയപ്പം നല്ല രീതിയിൽ വരും. 1 രൂപയ്ക്ക് അത് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ അവനവന് തിന്നാം. യഥാർത്ഥത്തില് ഫെർമെന്റേഷൻ. നമ്മുടെ ആയുർവേദത്തിലെ അരിഷ്ടങ്ങള്, ആയുർവേദത്തിലെ ആസവങ്ങള് എല്ലാം 6 മുതൽക്ക് 18% ആൽക്കഹോൾ ഉള്ളതാണ്. 6 മുതൽക്ക് 18% ആൽക്കഹോൾ ഉള്ളതാണ്. ഒരൊറ്റ ബാക്ടീരിയ മാത്രമേ ധന്വന്തരാരിഷ്ടത്തിലും ജീരകാരിഷ്ടത്തിലും വളരാൻ പാടുള്ളൂ. വേറെ ഏതെങ്കിലും ബാക്ടീരിയ അതിനകത്ത് വളർന്നാൽ കീറ്റോൺസും അസറ്റോൺസും ഉണ്ടാവും. ആ അരിഷ്ടം കുടിച്ചവൻ പിന്നെ ഒരു അരിഷ്ടവും ജീവിതത്തിൽ കുടിക്കേണ്ടി വരില്ല. അർത്ഥം ഡെഡ്ലി പോയിസണസ് പ്രോഡക്റ്റ് ഉണ്ടാവും, ആൽഡിഹൈഡ്സ് ഉണ്ടാവും, കീറ്റോൺസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടാവാതെ അരിഷ്ടത്തിൽ കറക്റ്റ് ആൽക്കഹോൾ മാത്രം ഉണ്ടാക്കാനുള്ളൊരു ടെക്നോളജി ഈ നാട്ടിൽ ആയുർവേദം ഉത്ഭവിച്ച കാലം മുതൽക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ബയോടെക്നോളജിയിൽ നമ്മൾ ഒട്ടും മോശമായിരുന്നില്ല. ഇത്ര രസകരമാം വിധം നമ്മള് വളരെ ഇതായിരുന്നു. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? വേപ്പിന്റെ ഇലയാ ഉപയോഗിക്കുക. എന്താ കാരണം? അസാഡിറാക്റ്റിൻ ഉണ്ട്. അസാഡിറാക്റ്റിൻ അതിന്റെ 4 ഡെറിവേറ്റീവും ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്. അത് അന്നത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ ഗോതമ്പ് പഞ്ചാബുകാര് സൂക്ഷിക്കുമ്പോ ഗോതമ്പ് പാത്രത്തിനകത്ത് 15 ആര്യവേപ്പിന്റെ ഇലയും കൂടി ഇടും. ഒറ്റ പൂച്ചയും വരില്ല, ഒന്നും വരില്ല. ആന്റി ബാക്ടീരിയൽ നമുക്ക് അറിയാമായിരുന്നു. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ശാസ്ത്രത്തിന്റെ പൂർവകാല വൈഭവത്തെ കുറിച്ച് പറയാനുള്ള അറിവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. വർത്തമാനകാല വൈഭവത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. സയൻസ് ക്ലബിന്റെ പ്രവർത്തനത്തില് വളരെ വ്യക്തമായിട്ട് ഓരോ നോളജ്, ഇന്ത്യൻ എക്സ്പ്രസ് എടുത്താൽ ഒരു പരിധിവരെ മാതൃഭൂമിയിലും മനോരമയിലും അതുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൽ ഏറ്റവും കൂടുതലുണ്ട്. എത്രയധികം ഇൻഫർമേഷനാണ് സയൻസിനെ കുറിച്ച് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കാം. ലോകത്തിലെ ദ റിച്ചസ്റ്റ് അയൺ പ്രൊഡ്യൂസിംഗ് കൺട്രി 2010 ഇന്ത്യക്ക് 2nd സ്ഥാനം ഉണ്ടാവും, 12 ഇന്ത്യക്ക് 1ാമത്തെ സ്ഥാനം ഉണ്ടാവും. ഇന്ന് ചൈനയും ജപ്പാനും അമേരിക്കയും കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. 3 വർഷം കൊണ്ട് ഇന്ത്യ അവരെ ഇതാക്കും. അപ്പൊ അയൺ മെറ്റലർജിയില് ഭാരതം നേടിയ നേട്ടങ്ങൾ നോക്കാം. ഇന്ന് ലോകത്തിലെ റിച്ചസ്റ്റ് മനുഷ്യൻ ആരാണ്? അംബാനി. അംബാനിയാണ് അല്ലെ?
അപ്പൊ എത്ര പെട്ടെന്നാ മാറിയത്. ചിലപ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അംബാനി ഗ്രൂപ്പുകാരെ റിലയൻസ് ഗ്രൂപ്പ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഒരാൾ ഇത്രയും വലിയ. ഈ വളരുംതോറും പിളരുന്നതും പിളരുംതോറും വളരുന്നതും ഏതാണെന്നറിയോ? കേരള കോൺഗ്രസ് മാത്രം. ഇവിടെ അത് സംഭവിച്ചു. അതായത് ഇത് രണ്ടും ഒരുമിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആവില്ലായിരുന്നു. ഇപ്പൊ ഒറ്റയ്ക്കായതുകൊണ്ട് ആ വാശി ഉപയോഗിച്ച് ലോകത്തിലെ റിച്ചസ്റ്റ്. രണ്ടാമത്തേത് ശരിക്കും അസിം പ്രേംജി. അസിം പ്രേംജി വിപ്രോയുടെ ആൾ, രണ്ടാമത്തെ റിച്ചസ്റ്റ് ആയി. 3 വേറെ ഏതോ ആളാണ്. 4 ലക്ഷ്മി മിറ്റൽ. അപ്പൊ 1, 2, 4, 5 മറ്റേ അംബാനി കാത്തു നിൽക്കാം, രണ്ടാമത്തെ പാർട്ടി നിൽക്കാം. അപ്പൊ ലോകത്തിലെ റിച്ചസ്റ്റ് 5 പേരിൽ 4 പേര് ഇന്ത്യക്കാർ. ഇത് നമ്മളുടെ വിദ്യാർത്ഥികളോടൊന്ന് പറഞ്ഞു നോക്കാം. ശരിക്കും 1 മിനിറ്റ് മതി നിങ്ങൾക്കത് പറയാൻ. നിങ്ങൾ ഏത് വിഷയം എടുക്കുന്നവരാവട്ടെ, ആ ഇന്നത്തെ ഭാരതത്തിന്റെ വൈഭവത്തെ കുറിച്ച് പറഞ്ഞു നോക്കാം. ഇന്ന് ലോകത്തിൽ ഭാരതത്തെ മറ്റ് രാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്, കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കുറേ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുണ്ടായിരുന്നു അവിടെ. അതുപോലെ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയില്, ലെമാർ യൂണിവേഴ്സിറ്റി, ഹ്യൂസ്റ്റണിലെ റൈസ് യൂണിവേഴ്സിറ്റിയില്, അതുപോലെ തന്നെ കാനഡയിൽ ടൊറന്റോയിലെ യൂണിവേഴ്സിറ്റി, യോർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. അവിടെ എല്ലാം പോയിട്ട് അവർക്കറിയാനുള്ള ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയെ കുറിച്ചാണ്. അവർ ശരിക്കും ഭയത്തോടു കൂടിയാണ് ഇന്ത്യയെ കാണുന്നത്. ബഹുമാനത്തോടുകൂടി കാണുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പേടി അവരുടെ ഫാക്ടറി എന്നാ ഇന്ത്യക്കാർ വാങ്ങിക്കാൻ പോകുന്നതെന്നുള്ള പേടിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറേറ്റ് വർക്കും സീനിയർ സയന്റിസ്റ്റ് ആയിട്ടൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ കുറേ കാലം വർക്ക് ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ വർക്ക് ചെയ്തു അമേരിക്കയിൽ. അന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് പുച്ഛാണ്, അവഹേളനാണ്. ഓ യു ബ്രൗണീസ് എന്നാ വിളിക്കാം, ചിലപ്പോൾ പാക്കീസ് എന്ന് വിളിക്കും. രാത്രി 7-7:30 മണിക്ക് ചിലപ്പോൾ റോട്ടിൽ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ പോലീസുകാരെ നിർത്തിയിട്ട് പറയും, ആർ യു ഫ്രം ഇന്ത്യ ഓർ ഏഷ്യ, ബി കെയർഫുൾ, ഡോണ്ട് വാക്ക് എലോൺ, ഗോ ആസ് എ ഗ്രൂപ്പ്, ഡോണ്ട് വാക്ക് എലോൺ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഒന്നൊന്നു വരെ വരും, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആരുടെ കയ്യിലൊക്കെ തോക്കുള്ളതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ബ്രൗണീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, പാക്കീസ് അല്പം വിളിക്കാം. ഇന്നതല്ല. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് പോയപ്പോഴും, ഒരു 8 മാസം മുമ്പ് പോയപ്പോഴും, കഴിഞ്ഞ വർഷം തുടക്കത്തിൽ പോയപ്പോഴും അവിടെ എല്ലാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. യു ആർ അച്ചീവിങ് എ ലോട്ട്. അവർക്കറിയാം ഇന്ത്യയിൽ സ്ലം ഉണ്ട്, പോവർട്ടി ഉണ്ട്, കൈക്കൂലി ഉണ്ട്, എല്ലാം അറിയാം. പക്ഷെ ഇന്ത്യയുടെ വളർച്ച അവരെ ശരിക്ക് പേടിപ്പെടുത്തുന്നു. ഏത് ഫീൽഡിൽ ഇന്ത്യക്കാർ തൊട്ടാലും അത് അസാധാരണമാം വിധം അവർക്ക് അതൊരു ഫെയില്യൂറായി മാറുന്നു. അതുകൊണ്ട് ആ ക്ലിന്റൺ ശരിക്ക് ഇൻഫോസിസിൽ വന്ന് അവിടെ നിന്ന്, ഇൻഫോസിസിൽ വന്നു ക്ലിന്റൺ, എന്നിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ ചോദിച്ചപ്പോ, സർ യു പ്ലീസ് സ്റ്റാൻഡ് ദിസ് സൈഡ് എന്ന് ക്ലിന്റനോട് പറഞ്ഞു. ഇയാൾ ഇങ്ങനെയാ നിന്നത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ആർക്ക് മനസ്സിലായില്ല, അയാൾ ഇവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് അകത്തുള്ള ഡയറക്ടറെ കാണണം. ആ ഡയറക്ടറെ കാണാൻ വേണ്ടി പോകുന്നതും ആ ക്ലിന്റൺ അവിടെ വന്ന് നിന്നതും തമ്മില് 90 സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നത്, 1.5 മിനിറ്റിന്റെ. ആ 1.5 മിനിറ്റ് കൊണ്ട് ക്ലിന്റണ് ലാമിനേറ്റ് ചെയ്ത വിസിറ്റിംഗ് കാർഡ് അയാളുടെ മുമ്പിലെത്തി. അപ്പൊ ക്ലിന്റനോട് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ എന്തിനാണ്? ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ എടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് 90ാമത്തെ സെക്കൻഡില് അയാൾക്ക് വിസിറ്റിംഗ് കാർഡ് കിട്ടി. അത് കഴുത്തിലിട്ട് അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് ക്ലിന്റൺ പറഞ്ഞത്, ദിസ് ഈസ് ഇംപോസിബിൾ ഇൻ അമേരിക്ക, ദിസ് ഈസ് ഇംപോസിബിൾ ഇൻ അമേരിക്ക. അങ്ങേരുടെ വാക്കാണ്, ഇംപോസിബിൾ ഇൻ അമേരിക്ക. ഞാൻ പറഞ്ഞത് നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജി, നമ്മുടെ രാഷ്ട്രം അത്രയ്ക്കും മാറ്റം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നത് മൈസൂർ ഇൻഫോസിസ് ക്യാമ്പസിലാണ്. പണ്ട് ട്രെയിനിങ്ങിന് നമ്മൾ അങ്ങോട്ട് പോയിരുന്നു, ഇന്ന് അവര് ഇവിടെ വന്ന് ട്രെയിനിങ് എടുക്കുന്നു. ചെന്നൈയില് ഒരു കമ്പ്യൂട്ടർ കമ്പനിക്കാരൻ ബിൽ ഗേറ്റ്സ് അവിടെ വന്നപ്പോ പറഞ്ഞു, വി അഷ്വർ യു ദാറ്റ് വി വിൽ സപ്ലൈ യു യുവർ ക്വാളിറ്റി കമ്പ്യൂട്ടർ ഫോർ $100. ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ഇവിടെ എന്നെ വെൽക്കം ചെയ്തൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. പ്രത്യേകിച്ച് അതിൽ ഇന്ത്യൻ ഭാഷയല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഉറപ്പാണ്. അതായത് വളരെ
കൃത്യമായിട്ട് വി അഷ്വർ യു ദാറ്റ് വി വിൽ സപ്ലൈ യു യുവർ ക്വാളിറ്റി കമ്പ്യൂട്ടർ ഫോർ $100.